ഒരു കാലത്ത് പത്തനംതിട്ട ജില്ലയിൽ കരിമ്പ് കൃഷി വളരെ സർവ്വസാധാരണമായിരുന്നു. തെങ്ങ്, നെല്ല്, വാഴ എന്നിവയ്ക്കൊപ്പം കർഷകർക്ക് പ്രിയപ്പെട്ട കൃഷിയും പ്രധാന വരുമാന മാർഗവുമായിരുന്നു ഇവിടെ കരിമ്പ് കൃഷി. ശർക്കരയ്ക്കും പഞ്ചസാരയ്ക്കും വേണ്ടിയാണ് കരിമ്പ് ഉപയോഗിച്ചിരുന്നത്. ഇതിന്റെ ഭാഗമായി പന്തളത്തും തിരുവല്ലയിലും പഞ്ചസാര മില്ലുകളും സജീവമായിരുന്നു. മധ്യ തിരുവിതാംകൂറിൽ കരിമ്പിന്റെ ഈറ്റില്ലം പന്തളമാണെന്ന് പറയാം. അതുകൊണ്ട് തന്നെയാണ് സർക്കാരിന്റെ ഉടമസ്ഥതയിൽ കരിമ്പ് കൃഷി പരിപോഷിപ്പിക്കാനായി 1963 കരിമ്പ് വിത്തുൽപാദന കേന്ദ്രം എന്ന സ്ഥാപനം പന്തളത്ത് ആരംഭിച്ചത്. 25 ഏക്കർ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഫാം ആദ്യകാലങ്ങളിൽ കരിമ്പ് കൃഷി മാത്രമാണ് ചെയ്തിരുന്നത്. അന്ന് ഇവിടെ നിന്നും ശർക്കരയും പഞ്ചസാരയും ഉൽപ്പാദിപ്പിക്കാനായി ഇവിടുത്തെ മികച്ച ഇനം കരിമ്പ് പല സ്ഥലങ്ങളിലേക്കും കയറ്റുമതി ചെയ്തിരുന്നു. കരിമ്പ് വിത്തുൽപാദന കേന്ദ്രം 1963 കൃഷി വകുപ്പിൻ്റെ കീഴിൽ ആരംഭിച്ചത് കരിമ്പ് കർഷകർക്ക് അന്ന് അക്കാലത്ത് വളരെ വ്യാപകമായി കരിമ്പ് കൃഷി ഉണ്ടായിരുന്ന മേഖലയാണ് നമ്മുടെ പന്തളം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലയുടെ കിഴക്കൻ മേഖലയൊക്കെ. അപ്പോൾ ആ കർഷകർക്ക് അത്യുൽപാദന ശേഷിയുള്ളതും ഗുണമേന്മയുള്ളതുമായ നടീൽ വസ്തുക്കൾ വിതരണം ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് കരിമ്പ് വിത്തുൽപാദന കേന്ദ്രം 1963 പ്രവർത്തനം ആരംഭിക്കുന്നത്. കാലക്രമത്തിൽ ഈ പഞ്ചസാര ഫാക്ടറികളൊക്കെ അടച്ചുപൂട്ടി പോയപ്പോൾ ഈ കരിമ്പ് കൃഷി വളരെ കുറഞ്ഞു. കരിമ്പ് കൃഷിയുടെ ഏരിയ കുറഞ്ഞു. കരിമ്പ് കൃഷി കുറഞ്ഞപ്പോൾ തന്നെ കരിമ്പിൻ്റെ നടീൽ വസ്തുവായ തലക്കത്തിന് ആവശ്യക്കാരും ഇല്ലാതെ വന്നു. അപ്പോൾ ഫാമിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായ ഒരവസ്ഥയിലാണ് നമ്മൾ കരിമ്പ് കൃഷി, സ്പെഷ്യൽ ഫാം ആയതുകൊണ്ട് കരിമ്പ് കൃഷി നമുക്ക് നിലനിർത്തി പോവുകയും വേണം. അപ്പോൾ ആകെയുള്ള 25 ഏക്കർ ഭൂമിയിൽ നമ്മൾ കരിമ്പ് കൃഷി പകുതി പ്രദേശത്തേക്ക് ചുരുക്കുകയും ബാക്കി ഭാഗത്ത് നമ്മൾ പച്ചക്കറി വിത്ത്, വാഴ, ഇഞ്ചി, കിഴങ്ങ് വർഗ്ഗങ്ങൾ അങ്ങനെയുള്ള എല്ലാത്തരം നടീൽ വസ്തുക്കളെയും നമ്മൾ പ്രാദേശികമായി ആവശ്യമുള്ള എല്ലാത്തരം നടീൽ വസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ പിന്നെ കരിമ്പ് നമ്മളിവിടെ കൃഷി ചെയ്യുന്ന കരിമ്പ് നടീൽ വസ്തുക്കൾ ആവശ്യമില്ലാത്ത ഒരു സാഹചര്യത്തിൽ കരിമ്പ് ഇവിടെ തന്നെ നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ട് ശർക്കരയാക്കിയിട്ട് പന്തളം ശർക്കര എന്ന ബ്രാൻഡ് ചെയ്ത് അത് തികച്ചും ജൈവികമായ രീതിയിൽ ബ്രാൻഡ് ചെയ്ത് പന്തളം ശർക്കര എന്ന രീതിയിൽ നമ്മളിവിടെ വിതരണം നടത്തും. പന്തളം ശർക്കര എന്ന പേരിൽ ശർക്കര ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇതിന് മാർക്കറ്റിൽ നല്ല ഡിമാൻഡാണ്. എന്നാൽ 80-90 കാലഘട്ടങ്ങളിൽ മറയൂർ ശർക്കരയും തമിഴ്നാട്ടിൽ നിന്നുള്ള ശർക്കരയും കേരളത്തിൽ വിപണി കൈയടക്കിയപ്പോൾ ഇവിടുത്തെ കരിമ്പുൽപാദനം ക്രമേണ കുറഞ്ഞു. അതിനുശേഷം സർക്കാർ തീരുമാനപ്രകാരം കരിമ്പ് കൃഷി 10 ഏക്കറോളം സ്ഥലത്ത് മാത്രമായി ചുരുക്കുകയും ബാക്കി സ്ഥലത്ത് തെങ്ങ്, കവുങ്ങ്, പാവൽ, പയർ, കോവൽ, വഴുതന, വെണ്ട, തക്കാളി, മുളക് കൂടാതെ അലങ്കാര ചെടികളായ ആന്തൂറിയം, ഓർക്കിഡ്, തെച്ചി മുതലായവയും ഇവിടെ വളർത്തി വിത്തായും ചെടിയായും കർഷകർക്ക് വിൽക്കുന്നുണ്ട്. കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്ന ഈ വിത്തിനങ്ങൾ കർഷകർക്ക് ഏറെ ലാഭമുണ്ടാക്കുന്നതും മറ്റ് രോഗങ്ങൾ ബാധിക്കാത്തതുമാണ്. കാർഷിക ഉൽപ്പന്നങ്ങൾ കൂടാതെ ഡയറി ഉൽപ്പന്നങ്ങൾ കൂടി ഉൽപ്പാദിപ്പിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി 2003 ഇവിടെ ഡയറി ഫാം തുടങ്ങുകയുണ്ടായി. അഞ്ച് പശുക്കളുമായി തുടങ്ങിയ ഫാമിൽ ഇന്ന് വിവിധ ഇനത്തിൽപ്പെട്ട 40-ലധികം പശുക്കളും 25ഓളം ആടുകളും കൂടാതെ കോഴിയെയും താറാവിനെയും വളർത്തുന്നു. പരീക്ഷണാർത്ഥം തുടങ്ങിയ സംരംഭം വൻ വിജയമായി തീർന്നു. ഇന്ന് ദിവസേന 100 ലിറ്ററിന് മുകളിൽ പാൽ ഇവിടെ സംഭരിക്കുന്നുണ്ട്. വളരെ ശാസ്ത്രീയമായ രീതിയിലാണ് ഇവിടെ തൊഴുത്ത് നിർമ്മിച്ചിരിക്കുന്നത്. 4 മുതൽ 6 അടി അകലത്തിൽ ഇരുമ്പ് വേലി കെട്ടി പശുക്കളെ കൃത്യമായ അകലത്തിലാണ് തൊഴുത്തിൽ കെട്ടുന്നത്. തറയിൽ റബ്ബർ മാറ്റ് വിരിച്ചാണ് പശുക്കൾ നിർത്തുന്നത്. കുളമ്പ് രോഗങ്ങളെ ഒരു പരിധിവരെ തടയാൻ ഇതുമൂലം സാധിക്കുന്നു.
കൂടാതെ കൂട് വൃത്തിയാക്കാനും ഇതുകൊണ്ട് എളുപ്പമാണ്. വേനൽക്കാലത്ത് ചൂടിന് പ്രതിരോധിക്കാൻ വേണ്ടി തൊഴുത്തിൽ ഫാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു അധിക വൈദ്യുതി ചെലവാണെന്ന് ചിന്തിക്കുന്നവർ ഉണ്ടാകാം. എന്നാൽ ഇവിടെ ഒരുക്കിയിരിക്കുന്ന ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നുള്ള ഊർജം ജനറേറ്റർ ഉപയോഗിച്ച് തൊഴുത്തിലെ ഫാനുകളും ബൾബുകളും പ്രവർത്തിപ്പിക്കുന്നു. കൂടാതെ ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നുള്ള സ്ലാർ വളമായി ഉപയോഗിക്കുന്നു. നമുക്ക് ആവശ്യമുള്ള ജൈവവളം മുഴുവൻ ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് രാസവളത്തിൻ്റെ ഉപയോഗം വളരെ കുറയ്ക്കാനും അതുവഴിയുള്ള പണച്ചെലവ് കുറയ്ക്കാനും സാധിക്കുന്നുണ്ട്. ശരിക്കും ജൈവവളമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിലും സൈമൾട്ടേനിയസായി അതിനോടൊപ്പം തന്നെ പാലുൽപാദനവും നടക്കുന്നുണ്ട്. ആ പാല് നമ്മളിപ്പോൾ മിൽമ രാവിലെയും വൈകുന്നേരം ഇവിടെ മിൽമ നേരിട്ട് വന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോവുകയാണ്. കഴിഞ്ഞ വർഷം ഏതാണ്ട് 12 ലക്ഷം രൂപയുടെ ഓളം പാല് നമുക്ക് കഴിഞ്ഞ വർഷം മിൽമയ്ക്ക് നൽകാൻ സാധിച്ചു. അതുപോലെ തന്നെ ഫാമിലേക്ക് ആവശ്യമുള്ള ജൈവവളത്തിൻ്റെ ലഭ്യത, പിന്നെ നമ്മൾ ഈ ഡയറി യൂണിറ്റുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു ബയോഗ്യാസ് പ്ലാന്റ് 25 M³ ശേഷിയുള്ള ഒരു ബയോഗ്യാസ് പ്ലാന്റ് നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ 2 നേരം ഈ തൊഴുത്ത് ക്ലീൻ ചെയ്യുമ്പോൾ കിട്ടുന്നത് ഒഴിച്ച് അല്ലാതെ വരുന്ന പശുവിനെ കുളിപ്പിക്കുന്നത്, ഗോമൂത്രം, അതെല്ലാം ഡയറക്റ്റായിട്ട് തന്നെ നമ്മൾ ഈ ബയോഗ്യാസ് പ്ലാന്റിലേക്ക്, അതായത് അഡീഷണലായിട്ടൊരു ലേബർ ആവശ്യമില്ല, തൊഴിലാളികളെ ആവശ്യമില്ലാത്ത രീതിയിൽ ഡയറക്റ്റായിട്ട് ഈ പ്ലാന്റിലേക്ക് പോകത്തക്ക രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് നമുക്ക് പുറത്തു വരുന്ന സ്ലറി വളരെ മൂലകസമ്പുഷ്ടമായ വളമാണ്. അപ്പോൾ അത് നമ്മൾ പമ്പ് ചെയ്തും അല്ലാതെയും നമ്മൾ വിളകൾക്ക് ഉപയോഗിക്കുന്നു. പിന്നെ ഈ ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നുള്ള ഗ്യാസ് ഉപയോഗിച്ചിട്ട് നമ്മളൊരു 7.5 കിലോവാട്ടിൻ്റെ വൈദ്യുതി, 7.5 കിലോവാട്ട് സ്ഥാപിത ശേഷിയുള്ള ഒരു ജനറേറ്റർ സ്ഥാപിച്ചിട്ട് ഏതാണ്ട് 7-8 മണിക്കൂറോളം തുടർച്ചയായിട്ട് നമുക്ക് വൈദ്യുതി ലഭിക്കത്തക്ക രീതിയിലുള്ളൊരു ജനറേറ്ററുണ്ട്. അപ്പോൾ ഫാമിൻ്റെ ഒരു ഒട്ടുമിക്ക പ്രധാന ഈ വൈദ്യുത ആവശ്യങ്ങൾ, പ്രത്യേകിച്ച് കറവ നമ്മളിവിടെ യന്ത്രക്കറവയാണ്. അപ്പോൾ നമ്മൾ ബോർഡിൻ്റെ വൈദ്യുതിയെ ആശ്രയിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും പവർ ഫെയിലിയറൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ കറവ താളം തെറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ കറവയുടെ സമയത്തൊക്കെ നമുക്ക് പൂർണ്ണമായിട്ടും നമ്മുടെ ജനറേറ്ററിൽ നിന്നുള്ള വൈദ്യുതി, അതപ്പോൾ വൈദ്യുതി സപ്ലൈ നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ തരത്തിൽ ജനറേറ്റർ വഴി നമുക്ക് പ്രയോജനം ലഭിക്കുന്നുണ്ട്. പുല്ലിനും കാലിത്തീറ്റയ്ക്കും പുറമെ പശുക്കൾക്ക് ചോളം ചെടിയായി തന്നെ കൊടുക്കുന്നു. ചോളം ചെടി ഇവിടെ തന്നെ വളർത്തിയെടുക്കുന്നു. ഇതിനായി ഇവിടെ തന്നെ ഒരു ഹൈഡ്രോഫോണിക് യൂണിറ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. ചോളം വിത്ത് മുളപ്പിച്ച ചെടിയായി തന്നെ കൊടുക്കാൻ ഹൈഡ്രോഫോണിക് യൂണിറ്റിന്റെ സഹായത്തോടെ സാധിക്കുന്നു. ചോളം വിത്ത് ഒരു പ്രത്യേക ട്രേയിൽ യൂണിറ്റിന്റെ ഏറ്റവും മുകളിലെ തട്ടിൽ വയ്ക്കുന്നു. സൂര്യപ്രകാശവും കാറ്റും ആവശ്യത്തിന് കിട്ടുന്ന രീതിയിലാണ് യൂണിറ്റിന്റെ ഘടന. ചെറിയ പൈപ്പ് വഴി ആവശ്യത്തിന് വെള്ളവും വിത്തിന് നൽകുന്നു. ഓരോ ദിവസവും പുതിയ വിത്ത് മുളപ്പിക്കാൻ ട്രേകൾ താഴത്തെ തട്ടുകളിൽ അടുക്കുന്നു. ക്രമേണ 7-ാം ദിവസം വിത്ത് മുളച്ച ചെടി പശുവിന് കൊടുക്കാൻ പാകമാകും. നാരുകളുടെ അംശം കൂടുതലുള്ളതുകൊണ്ട് പശുവിന്റെ വളർച്ചയ്ക്കും പാൽ ലഭ്യതയ്ക്കും ചോളച്ചെടി ഉത്തമമാണ്. മെഷീൻ ഉപയോഗിച്ചുള്ള കറവയാണ് ഇവിടെ. ഫാമിൽ 30 ജേഴ്സി പശുവും 4 നടൻ പശുവും 4 വെച്ചൂർ പശുവുമാണുള്ളത്. ഇതിനു പുറമെ കാസർഗോഡ് കുള്ളനും കപിലയും ഇവിടെ പരിപാലിക്കപ്പെടുന്നു. നിലവിൽ കറവയുള്ള 13 പശുക്കളാണുള്ളത്. കാസർഗോഡ് കുള്ളനും കപിലയും വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രമേ ഇപ്പോൾ കാണാറുള്ളൂ. കാസർഗോഡ് ജില്ലയുടെ മലമ്പ്രദേശങ്ങളിൽ കണ്ടുവരുന്ന കുള്ളൻ പശുവാണ് കാസർഗോഡ് കുള്ളൻ. 95 സെന്റിമീറ്റർ വരെ ഉയരം വരുന്ന ഇവ 2-3 ലിറ്റർ പാൽ മാത്രമേ തരികയുള്ളൂ. ജനിക്കുമ്പോൾ ഏകദേശം 10 മുതൽ 11 കിലോഗ്രാം തൂക്കമാണ് ഉണ്ടാകുക. മുതിർന്ന കാളകൾക്ക് 200 കിലോ വരെ തൂക്കവും പശുക്കൾക്ക് 40 മുതൽ 150 കിലോ വരെ തൂക്കവുമാണ് ഉണ്ടാവുക. കപിലയുടെ സ്വദേശം കർണാടകയാണ്. മഹാഭാരതത്തിൽ പോലും കപിലയെ വർണ്ണിച്ചിട്ടുണ്ട്.
കണ്വാശ്രമ പശുവായാണ് കപിലയെ കരുതുന്നത്. കേരളത്തിന്റെ തനദിനത്തിൽപ്പെട്ട പശുവാണ് വെച്ചൂർ പശു. കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിലെ വെച്ചൂർ എന്ന ഗ്രാമത്തിൽ അധികമായി കാണപ്പെട്ടിരുന്നത് കൊണ്ടാണ് വെച്ചൂർ പശു എന്ന പേര് ഇതിന് കിട്ടിയത്. ഉയരക്കുറവ്, കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാനുള്ള കഴിവ്, രോഗപ്രതിരോധ ശേഷി, പാലിലെ ഔഷധഗുണം തുടങ്ങിയ പ്രത്യേകതകളാൽ പ്രശസ്തമാണ് ഈ ജനുസ്. 87 സെന്റിമീറ്റർ ഉയരം വയ്ക്കുന്ന ഇവയ്ക്ക് പരമാവധി 130 കിലോ തൂക്കം മാത്രമേ ഉണ്ടാകാറുള്ളൂ. കേരളത്തിൽ ഇന്ന് ഇവയുടെ എണ്ണം വളരെ കുറവാണെന്ന് പറയാം. വീട്ടമ്മമാർക്കും കൊച്ചുകുട്ടികൾക്കും അനായാസേന കൈകാര്യം ചെയ്യാൻ കഴിയുന്നു എന്നതാണ് ഈ ഇനത്തിന്റെ പ്രത്യേകത. കിടാവും പശുവും കൂടെ 40 എണ്ണമുണ്ട്. അതിൽ 4 എണ്ണം വെച്ചൂറും 5 നാടനും ബാക്കി ജേഴ്സിയാണ്. അതിൽ 13 എണ്ണം കറവയാണ്. 130 ലിറ്റർ പാലോളം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്, രാവിലെയും വൈകിട്ടും. പാല് മിൽമായ്ക്ക് കൊടുക്കുകയാണ്. മിൽമായിൽ നിന്നാണ് ഞങ്ങൾ കാലിത്തീറ്റ എടുക്കുന്നത്. കാലിത്തീറ്റയും ജേഴ്സിയും തവിടുമാണ് കൊടുക്കുന്നത്. ഫാമിൽ 2010 മുതലാണ് ആടുകളെ വളർത്താൻ തുടങ്ങിയത്. 3 ചെമ്മരിയാടും 2 ജമുന പ്യാരിയാടും അടക്കം 24 ആടുകൾ ഇപ്പോൾ ഫാമിലുണ്ട്. ഉത്തർപ്രദേശ് സ്വദേശികളായ ജമുന പ്യാരി ഇനത്തിനെ ഇന്ത്യയുടെ അന്തസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ന് ഇന്ത്യയിൽ ലഭ്യമാകുന്നതിൽ വെച്ച് ഏറ്റവും വലിപ്പം വയ്ക്കുന്ന ആടിനമാണിത്. കേരളത്തിൽ കോട്ടയം, വയനാട് ജില്ലകളിൽ ഇവയെ വളരെയധികം വളർത്തുന്നുണ്ട്. ആടുകളുടെ കൂട് തറനിരപ്പിൽ നിന്നും ഉയർത്തി തടി വെച്ച് നിർമ്മിച്ചതാണ്. ആയതിനാൽ കൂട് വൃത്തിയാക്കാനും ഈർപ്പവും തണുപ്പും അടിക്കാതെ ആടുകൾക്ക് കഴിയുകയും ചെയ്യാം. ഇവിടെ 25 ആടുണ്ട്. അതിൽ 3 എണ്ണം ചെമ്മരിയാടും 2 എണ്ണം യമുന പ്യാരിയും. രാവിലെ ഞങ്ങൾ 8 മണിക്ക് ഇത് ക്ലീനാക്കി അതിന് പുളിയേരിയും കാലിത്തീറ്റയും കൊടുക്കും, പുല്ലും കൊടുക്കും. മഴയില്ലാത്ത സമയത്ത് അഴിച്ചു വിട്ട് തീറ്റുകയും കുളിപ്പിക്കുകയും ഒക്കെ ചെയ്യും. ഇവിടെ 25ഓളം കോഴികളെയും 40ഓളം താറാവുകളെയും വളർത്തുന്നുണ്ട്. ഇവയുടെ മുട്ടകൾ ഇവിടെ വിൽക്കാറുമുണ്ട്. കമ്പികൾ ഉപയോഗിച്ച് കൂടുകൾ നിർമ്മിച്ചാണ് കോഴികളെ വളർത്തുന്നത്. തീറ്റയും വെള്ളവും കൊടുക്കാനുള്ള സൗകര്യവുമുണ്ട്. വേലി കെട്ടിത്തിരിച്ച സ്ഥലത്താണ് താറാവുകൾ വളരുന്നത്. ഇവയ്ക്ക് നീന്തി കുളിക്കാനായി ഒരു കുളവും ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. 1 ലക്ഷം ലിറ്ററിന്റെ ടാങ്കിലാണ് ഇവിടെ വെള്ളം സംഭരിക്കുന്നത്. 3 ഹോഴ്സ് പവറിന്റെ പമ്പ് സെറ്റാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ഇവിടെ വൈദ്യുതി പ്രധാനമായും ഇതിനാണ് ഉപയോഗിക്കുന്നത്. ഇതിനുവേണ്ടി ഒരു സോളാർ പാനൽ തന്നെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. വെള്ളം പമ്പ് ചെയ്യാനുള്ള വൈദ്യുതി പൂർണ്ണമായും ഇതിൽ നിന്നുമാണ് എടുക്കുന്നത്. മികച്ച ഇനം വിത്തുകളും ചെടികളും ലഭിക്കുന്ന ഈ കൃഷിഭവനിൽ ധാരാളം ആവശ്യക്കാർ ദിവസേന എത്തിച്ചേരാറുണ്ട്. സ്ഥലങ്ങൾ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ കൃഷിയും പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ഈ കൃഷിഭവനെ 2009 മികച്ച കൃഷിഭവനായി സർക്കാർ തിരഞ്ഞെടുത്തു. ഇനിയും പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ഈ കൃഷിഭവന് സാധിക്കുകയും എന്നും ഒരു മാതൃകയായി നിലനിൽക്കുകയും ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ
सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഓണക്കാല പച്ചക്കറി കൃഷി അപേക്ഷകൾ ഓൺലൈനിൽ. ജൈവ കൃഷി അവാർഡിനുള്ള അപേക്ഷ ഓഗസ്റ്റ് 15 വരെ സ്വീകരിക്കും. വിശദമായ വാർത്തകളിലേക്ക്. ഉത്സവ സീസണായ ഓണക്കാലത്ത് പച്ചക്കറി കൃഷി ചെയ്യാൻ താൽപര്യമുള്ള കർഷകർക്ക് ഓൺലൈൻ മുഖേന അപേക്ഷിക്കാൻ കൃഷി വകുപ്പ് സൌകര്യമൊരുക്കുന്നു. കർഷക സംഘങ്ങൾ, നേരത്തെ പച്ചക്കറി കൃഷി ആനുകൂല്യമൊന്നും ലഭിക്കാത്ത കർഷകർ, സന്നദ്ധ സംഘടനകൾ, സ്ഥാപനങ്ങൾ എന്നിവർക്കും ഓണക്കാല പച്ചക്കറി കൃഷിക്ക് അപേക്ഷിക്കാം. ജൂൺ 30 വരെയാണ് അപേക്ഷ സ്വീകരിക്കുക. ഇമെയിൽ വിലാസം ddanwdpratvm@gmail.com. പച്ചക്കറി കൃഷിയിലെ കീടനിയന്ത്രണത്തിന് ഉപയോഗിക്കാവുന്ന പച്ചക്കറി കെണി, തണ്ടുതുരപ്പൻ പുഴു, നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾ എന്നിവയെ നിയന്ത്രിക്കുന്ന നന്മ, മേന്മ എന്നീ ജൈവ കീടനാശിനി എന്നിവ കൊല്ലം കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ലഭ്യമാണ്. കൊട്ടാരക്കര സദാനന്ദപുരത്താണ് കൃഷി വിജ്ഞാന കേന്ദ്രം പ്രവർത്തിക്കുന്നത്. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0474263599. ജൈവ കൃഷിയിൽ മികവ് പ്രകടിപ്പിക്കുന്ന നിയോജക മണ്ഡലം, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പഞ്ചായത്ത് എന്നിവയ്ക്ക് കൃഷിവകുപ്പ് അവാർഡ് നൽകും. ഇതിനുള്ള അപേക്ഷ ഓഗസ്റ്റ് 15 വരെ സ്വീകരിക്കും. മികച്ച നിയോജക മണ്ഡലങ്ങൾക്ക് യഥാക്രമം 10 ലക്ഷം, 5 ലക്ഷം, 3 ലക്ഷം രൂപ വീതം 1, 2, 3 സമ്മാനങ്ങൾ നൽകും. മികച്ച മുനിസിപ്പാലിറ്റികൾക്കും ഗ്രാമപഞ്ചായത്തുകൾക്കും 3 ലക്ഷം, 2 ലക്ഷം, 1 ലക്ഷം രൂപ എന്ന ക്രമത്തിൽ അവാർഡ് നൽകും. കോർപ്പറേഷന് 1ാം സമ്മാനം മാത്രമാണ് നിശ്ചയിച്ചിട്ടുള്ളത്. 3 ലക്ഷം രൂപയാണ് അവാർഡ് തുക. 2015 ജൂലൈ മുതൽ 2016 ജൂലൈ വരെയുള്ള കാലാവധിയിലെ പ്രവർത്തനങ്ങളാണ് ജൈവകൃഷി മികവ് അവാർഡിന് പരിഗണിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് കൃഷിഭവനുകളിലോ പ്രിൻസിപ്പൽ കൃഷി ഓഫീസിലോ ബന്ധപ്പെടാവുന്നതാണ്. സംസ്ഥാന കൃഷി വകുപ്പിന്റെ കീഴിൽ കാസർഗോഡ് പ്രവർത്തിക്കുന്ന കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിൽ കാർഷിക കർമ്മസേനയിലെ അംഗങ്ങൾക്ക് പരിശീലനം നൽകുന്നു. കാർഷിക യന്ത്രവൽക്കരണവുമായി ബന്ധപ്പെട്ട പ്രായോഗിക പരിശീലനമാണ് നൽകുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0499422557. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളാനിക്കര ഹോർട്ടിക്കൾച്ചർ കോളേജിലെ പച്ചക്കറി വിഭാഗത്തിൽ കൂർക്കത്തലകൾ ലഭ്യമാണ്. കൂർക്കത്തല 1-ന് 1 രൂപയാണ് വില. ഫോൺ നമ്പർ 0487243848. സംസ്ഥാന കൃഷി വകുപ്പിന്റെ കീഴിൽ മലമ്പുഴയിൽ പ്രവർത്തിക്കുന്ന കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിൽ നിന്നും നെൽകൃഷിക്ക് ആവശ്യമായ വിവിധതരം കാർഷിക യന്ത്രങ്ങൾ വാടകയ്ക്ക് നൽകുന്നു. കൂടാതെ കാടുവെട്ട് യന്ത്രങ്ങൾ, കീടനാശിനി പ്രയോഗത്തിനുള്ള പവർ സ്പ്രേയറുകൾ എന്നിവയും കർഷകർക്ക് മിതമായ നിരക്കിൽ ലഭ്യമാണ്. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0491281628. തിരുവനന്തപുരം ആനയറയിലെ കൃഷിവകുപ്പിന്റെ വിൽപ്പന കേന്ദ്രത്തിൽ നടീൽ വസ്തുക്കൾ വിതരണത്തിന് തയ്യാറായിട്ടുണ്ട്. വരിക്കപ്ലാവ് ഗ്രാഫ്റ്റ്, റംബുട്ടാൻ ഗ്രാഫ്റ്റ്, ജാതി ഗ്രാഫ്റ്റ്, ചെറി ലെയർ, കുറ്റി കുരുമുളക്, കുറിയ ഇനം തെങ്ങിൻ തൈകൾ, കുറ്റിമുല്ല തുടങ്ങി വിവിധ ഇനം നടീൽ വസ്തുക്കൾ ലഭ്യമാണ്. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 7700 രൂപ, കോഴിക്കോട് 8600, തൃശൂർ 7500. കൊപ്ര കൊച്ചി 5265, കോഴിക്കോട് 5250, തൃശൂർ 5200. കുരുമുളക് അൺഗാർബിൾ 69300, ഗാർബിൾ 72300. ചുക്ക് മീഡിയം 16500, ബസ്റ്റ് 18000. മഞ്ഞൾ സേലം 10200, ഈറോഡ് 10400.
കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 13,600, RSS 4ാം ഗ്രേഡ് 14,000. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 13,600, RSS 4ാം ഗ്രേഡ് 14,000. കമ്പോള നിലവാരം കൊച്ചി. വെളിച്ചെണ്ണ 7,700 രൂപ, കൊപ്ര 5,390, പിണ്ണാക്ക് എക്സ്പെല്ലർ 1,950, റോട്ടറി 2,000, കുരുമുളക് അൺഗാർബിൾ 69,300, ഗാർബിൾ 72,300. ചുക്ക് മീഡിയം 16,500, ബെസ്റ്റ് 18,000, മഞ്ഞൾ നാടൻ 11,500, അടയ്ക്ക പുതിയത് 18,000-നും 19,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 160-നും 180-നും മധ്യേ. ജാതിക്ക തൊണ്ടില്ലാത്തത് 350-നും 370-നും മധ്യേ. ജാതിപത്രി 500-നും 1000-നും മധ്യേ. ഗ്രാമ്പു 745. റബ്ബർ RSS 5ാം ഗ്രേഡ് 13,600, RSS 4ാം ഗ്രേഡ് 14,000, ഒട്ടുപാൽ 9,000, ലാറ്റക്സ് 9,700 രൂപ. കമ്പോള അവലോകനം. വിദേശ ടയർ ഇറക്കുമതിക്ക് നികുതി ഇളവ് വരുത്തിയെങ്കിലും ഇത് റബ്ബർ വിപണിയെ ബാധിച്ചില്ല. റബ്ബർ അവധി വ്യാപാരത്തിലെ ഉണർവ് കണ്ട് ടയർ നിർമ്മാതാക്കൾ 4ാം ഗ്രേഡ് ഷീറ്റ് വില ക്വിന്റലിന് 300 രൂപ ഉയർത്തി 14,000 രൂപയ്ക്ക് ശേഖരിച്ചു. അന്തർ സംസ്ഥാന വ്യാപാരികളും കയറ്റുമതിക്കാരും കുരുമുളക് സംഭരണത്തിൽ നിന്ന് അകന്നത് ഉൽപാദന മേഖലയെ അല്പം സമ്മർദ്ദത്തിലാക്കി. മുളകിന് ആവശ്യക്കാർ കുറഞ്ഞതിനാൽ 200 രൂപ കുറഞ്ഞ് 69,300-ലാണ് ഇന്ന് വിപണനം ആരംഭിച്ചത്. കൊച്ചി ലേലത്തിൽ ഏലക്ക വില കുതിച്ചുകയറി. മികച്ച ഇനങ്ങൾ കിലോഗ്രാമിന് 1,252 രൂപയിൽ ലേലം കൊണ്ടു. ശരാശരി ഇനങ്ങളുടെ വില 790 രൂപ. 41 ടൺ ഏലക്കയുടെ കൈമാറ്റം നടന്നു. മലബാർ മേഖലയിലെയും മധ്യ കേരളത്തിലെയും വിപണിയിലേക്കുള്ള കൊപ്ര വരവ് ചുരുങ്ങിയിട്ടും നിരക്ക് ഉയർന്നില്ല. കൊച്ചിയിൽ വെളിച്ചെണ്ണ വില സ്റ്റഡിയാണ്. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 27.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.6 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 31.2, 23.6. കൊച്ചി 30.6, 23. ആലപ്പുഴ 30.8, 23.5. പുനലൂർ 31.6, 23.5. തിരുവനന്തപുരം കൂടിയ താപനില 31.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.5 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.